ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2324. ഇന്ന് മെയ് മാസം 12-ാം തീയതി 132-ാമത്തെ ദിവസത്തിലെത്തി. യേശു ഒരിക്കൽ പത്രോസിനോട് പറഞ്ഞിട്ടുണ്ട്, ജീവിതത്തിലെ രണ്ട് സാഹചര്യങ്ങളെക്കുറിച്ച്, രണ്ട് സാധ്യതകളെക്കുറിച്ച്. ഒന്ന് യൗവനകാലത്തെക്കുറിച്ചാണെങ്കിൽ, മറ്റൊന്ന് വാർദ്ധക്യമാണോ, മരണത്തോടടുത്ത കാലമാണോ, അതോ കടന്നു പോകേണ്ട കാലമാണോ. എന്തായാലും രണ്ട് കാലത്തെക്കുറിച്ചും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിന്റെ അവസാന അധ്യായത്തിലാണ്. എപ്പോഴൊക്കെ അതുവഴി വായിച്ചു പോകുമ്പോഴും പെട്ടെന്ന് തോന്നുന്നു ഒന്ന് സ്കിപ്പ് ചെയ്യാൻ വേണ്ടി ആ ഭാഗം കണ്ണിൽ പെടാതെ പോയിരുന്നെങ്കിൽ, വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകത്തിൽ നിന്ന് അത് ഇല്ലാതായ മാഞ്ഞു പോയിരുന്നു എത്ര നന്നായിരുന്നു. പത്രോസിനോട് പറയുകയാണ് യേശു. അതൊരു വിടവാങ്ങൽ വാക്കുകൾ കൂടിയാണ്. പീറ്റർ, നീ യൗവനത്തിൽ നീ സ്വയം അരകെട്ടുകയും നിനക്കിഷ്ടമുള്ളിടത്തേക്കൊക്കെ നീ പോവുകയും ചെയ്തു. എത്ര ശരിയാ. ഞാനും ഒരുപക്ഷെ നമ്മളും ഇത് തന്നെയാണ്, ഈ വഴിയിലൂടെ തന്നെയാണ് നീങ്ങുന്നത്. ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുന്നു, ഇഷ്ടമുള്ള ഇടത്തേക്കൊക്കെ പോകുന്നു. പക്ഷെ നമ്മൾ ഓർക്കാതെ പോകുന്നൊരു കാര്യം യേശു നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പീറ്റർ, ഇതിനാവാത്തൊരു കാലം വരും, മറ്റൊരു കാലം വരും. അത് വാർദ്ധക്യമാണെന്നൊന്നും പറയാൻ പറ്റില്ല. വർത്തമാനകാല മരണനിരക്കൊക്കെ എടുത്തു നോക്കിയാൽ ആർക്കാണ് ഇനി വാർദ്ധക്യം വരുന്നത് തന്നെയാണ് ഒരു ചോദ്യം. മറ്റൊരു കാലം വരുമെന്നാണ് യേശു പത്രോസിനെ ഓർമ്മപ്പെടുത്തുന്നത്. മറ്റൊരു കാലം, വാർദ്ധക്യമോ മരണത്തോടടുത്ത കാലമോ ഒന്നിനും ആവാത്ത കഠിനമായ രോഗത്തിന്റെ കാലമൊക്കെ ആവാം. എല്ലാം അനുമാനങ്ങളാണ്. മറ്റൊരു കാലം വരും, അന്ന് ആരെങ്കിലും നിനക്ക് അരകിട്ട് തരും. എന്നിട്ടോ നിനക്കിഷ്ടമില്ലാത്ത, അവർക്കിഷ്ടമുള്ളിടത്തേക്ക് നിന്നെ വലിച്ചഴിച്ചുകൊണ്ട് പോകും. അതോടെ തീരുകയാണ്. ഈ മണ്ണിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സകല കളികളും തീരുകയാണ് അതോടുകൂടി. ഈ ഒരു ഓർമ്മ കുറെ കൂടി കാര്യമായിട്ടുള്ളിലൊന്ന് രേഖപ്പെടുത്തിയാൽ, പ്രതിഷ്ഠിച്ചാൽ, ഇനിയുള്ള ബാക്കികാല ജീവിതം അതിങ്ങനെ നിമിഷങ്ങളായിക്കോട്ടെ, ദിവസങ്ങൾ മാത്രമായിക്കോട്ടെ, ആഴ്ചകളോ മാസങ്ങളോ ദീർഘമായ വർഷങ്ങളോ ആയിക്കോട്ടെ, പക്ഷേ മൊത്തത്തിൽ ശരിയാവണ്ടേ പ്രാർത്ഥനയോടുകൂടി. ആമേൻ.